നമസ്കാരം. ഞാൻ നിങ്ങളോട് ഇന്ന് രാമായണത്തിൽ നിന്ന് ഒരു ചെറിയ കഥ പറയാം. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കഥയാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ. ഒരു വലിയ ദൗത്യത്തിൽ നാം ഓരോരുത്തരും അവരവരുടെ ചെറിയ സംഭാവനകൾ ചെയ്യുക. അത് എത്ര ചെറുതാണെങ്കിലും ആ ദൗത്യത്തിന് അതൊരു മുതൽക്കൂട്ടാകും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. അണ്ണാറകണ്ണന് തന്നാലായത് എന്നു കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായിക്കാണും. എങ്കിലും ഒരു പ്രത്യേക ആവശ്യം കൊണ്ടാണ് ഈ കഥ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിന്റെ കാരണവും പറയാം. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ശ്രീരാമനും ലക്ഷ്മണനും വനത്തിൽ സീതാദേവിയെ തിരഞ്ഞു നടക്കുകയായിരുന്നു. അവർ ഹനുമാനെ കണ്ടുമുട്ടി. ഹനുമാൻ ശ്രീരാമന്റെ ഭക്തനും വിശ്വസ്തനുമായിരുന്നു. സീതയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് ഹനുമാൻ വാഗ്ദാനം ചെയ്തു. ഹനുമാൻ ലങ്കയിലേക്ക് പറന്നു. അവിടെ ചെന്ന് സീതയെ കണ്ടു. രാവണൻ സീതയെ തടവിലാക്കിയിരിക്കുകയായിരുന്നു. ഹനുമാൻ സീതയെ ആശ്വസിപ്പിക്കുകയും ശ്രീരാമന്റെ സന്ദേശം അറിയിക്കുകയും ചെയ്തു. തിരികെ പോകുന്നതിനു മുമ്പ് ഹനുമാൻ രാവണന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി. രാവണന്റെ ശക്തിയെക്കുറിച്ച് ഹനുമാൻ അറിയാമായിരുന്നു. പക്ഷേ ശ്രീരാമനിലുള്ള വിശ്വാസം അവനെ ധീരനാക്കി. ഹനുമാൻ ശ്രീരാമന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി സീതയെ കണ്ട വിവരമറിയിച്ചു. ലങ്കയിലേക്ക് പോകാനുള്ള പാലം പണിയാൻ ശ്രീരാമൻ തീരുമാനിച്ചു. വാനരസേന കടലിൽ കല്ലുകളിട്ട് പാലം നിർമ്മിക്കാൻ തുടങ്ങി. ഓരോ കല്ലിടുമ്പോഴും അവർ ജയ് ശ്രീറാമെന്ന് വിളിച്ചു. അവിടെ ഒരു ചെറിയ അണ്ണാനുണ്ടായിരുന്നു. മറ്റു വാനരന്മാർ വലിയ കല്ലുകളിടുമ്പോൾ ഈ അണ്ണാൻ മണലിൽ ഉരുണ്ട് ആ മണൽത്തരികൾ പാലത്തിനിടയിൽ കൊണ്ടിട്ടു. ഇത് കണ്ട ചില വാനരന്മാർ അണ്ണാനെ പരിഹസിച്ചു. നീയിടുന്ന ഈ ചെറിയ മണൽത്തരികൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നവർ ചോദിച്ചു. ശ്രീരാമൻ ഇത് കണ്ടു. അദ്ദേഹം അണ്ണാന്റെ അടുത്തേക്ക് ചെന്നു. സ്നേഹത്തോടെ അണ്ണാന്റെ പുറത്ത് തലോടി. എന്നിട്ട് പറഞ്ഞു, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലുതാണ്. നിങ്ങളുടെ ഈ ചെറിയ സഹായം ഈ വലിയ ദൗത്യത്തിൽ വിലപ്പെട്ടതാണ്. അണ്ണാന്റെ ഭക്തിയും സേവന മനസ്ഥിതിയും ശ്രീരാമനെ സന്തോഷിപ്പിച്ചു. അന്നുമുതൽ അണ്ണാന്റെ പുറത്തു കാണുന്ന വരകൾ ശ്രീരാമൻ തലോടിയതിന്റെ അടയാളമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നതെന്തെന്നാൽ നമ്മുടെ വിശ്വാസം എത്ര ശക്തമാണോ അത്രത്തോളം വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ചെറുതായാലും വലുതായാലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഭക്തിയും ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ ഏതു വലിയ തടസ്സത്തെയും മറികടക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ കഥയാണ്, പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഭഗവാനിലുള്ള വിശ്വാസം, ചെയ്യുന്ന കർമ്മത്തിലുള്ള ആത്മാർത്ഥത, മറ്റുള്ളവരുടെ കഴിവിനെ മാനിക്കാനുള്ള മനസ്സ്, ഇതെല്ലാം ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ആത്മീയ ദൗത്യത്തില് നമ്മളെല്ലാവരും ഓരോ അണ്ണാറകണ്ണന്മാരാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊരു പുഞ്ചിരിയായാലും പ്രാർത്ഥനയായാലും സമൂഹമാധ്യമങ്ങളിലെ ഒരു കമന്റും ലൈക്കുമായാൽ പോലും അതൊരു മണൽത്തരിയായി തള്ളിക്കളയാതിരിക്കുക. അത് വലിയൊരു ദൗത്യത്തിലെ നമ്മുടെ ചെറിയൊരു സംഭാവനയാണ്. ഈ ഒരു ആത്മീയ ദൗത്യത്തിൽ നമുക്കൊരു അണ്ണാറകണ്ണനാകാം. നിങ്ങളുടെ സംഭാവനകൾ എത്ര ചെറുതുമായിക്കൊള്ളട്ടെ, അതൊരിക്കലും വിഫലമാകുന്നില്ല എന്നോർക്കുക.